കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടി ഫേസ്ബുക്ക് ലൈവിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്ത് നമ്മോടൊത്ത് കർത്താവിന്റെ ദാസി തന്റെ സാക്ഷ്യം പങ്കിടുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ സാക്ഷ്യം കർത്താവിന്റെ ദാസിയെ പങ്കിടുവാനായിട്ട് ഈ പകൽക്കാലത്തിങ്കൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആമേൻ തൻ്റെ ദാസിയുടെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ നടുവിലേക്ക് ലൈവിലായി കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ അനേകരെ ഈ സാക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം കർത്തദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെയും വർണ്ണിക്കുവാൻ അവിടുന്ന് തരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്തദാസിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവിന്റെ ദാസി റാണി മനോഹറിനെ കർത്താവെ ഈ ദിവസകാലങ്ങളിൽ ശക്തമായി കരങ്ങളിൽ വഹിക്കണം. അനേകർക്ക് ഈ സാക്ഷ്യം ഒരനുഗ്രഹമായി മാറുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം സാക്ഷിക്കേണ്ടതിനായിട്ട് കർത്തദാസി റാണി മനോഹറിനെ ഫേസ്ബുക്ക് ലൈവിലേക്ക് കർത്തനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ് ആന്റി, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് വചനദീപ്തി എന്ന ഈ ചാനലിലേക്ക് എന്നെ ക്ഷണിച്ച ബീനി ആന്റിക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ച് നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഒരു മനുഷ്യ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? ഹല്ലേലൂയ. ആ വചനത്തെ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ സാക്ഷിയായി നിൽപ്പാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. എന്നെ ശ്രവിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഇതൊരു അത്ഭുതമായി തീരും, ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഏകദേശം 89 കാലഘട്ടങ്ങളിൽ വരെയും ഞാനൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട് മാതാപിതാക്കളോടൊപ്പം 7 മക്കള്, 5 പെണ്ണും 2 ആണും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. എൻ്റെ പേര് റാണി മനോഹർ. ഞാൻ 7 മക്കളടങ്ങുന്ന കുടുംബത്തിൽ 6ാമത്തേതാണ് ഞാൻ. എൻ്റെ 7ാമത്തേത് ഒരു പെൺകുട്ടിയാണ്. 3 ചേച്ചിമാർ കഴിഞ്ഞാൽ 2 ആങ്ങളമാര്, അത് കഴിഞ്ഞ് 2 പെൺപിള്ളേര്. അങ്ങനെ 6ാമത്തെ അംഗമായിട്ട് എനിക്ക് ജനിപ്പാൻ കർത്താവ് ഈ ഭൂമിയിൽ ദൈവം എനിക്ക് സാവകാശം ഒരുക്കി. കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് സന്ധ്യാസമയം ഓർക്കുമ്പോൾ ഏറെ എനിക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. നീ ചാനലിനോടൊപ്പമായിരിക്കാൻ, എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങനെ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഒരു വലിയ സന്തോഷത്തിലാണ്. ഞാൻ ഏകദേശം ഓർക്കുമ്പോൾ ഒരു 5ാം ക്ലാസ് വരെ ഞങ്ങളുടെ കുടുംബം വളരെ സന്തോഷവും സമാധാനവും വലിയ സമൃദ്ധിയിലും നടന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഏകദേശം ഞാൻ 5ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ കഴിഞ്ഞു വരുമ്പോൾ തന്നെ സ്തോത്രം അതുവരെയും കിട്ടിയ സന്തോഷം സമാധാനം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മദ്യപാനം എന്ന വില്ലൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. എൻ്റെ പിതാവ് ഞങ്ങളെ മക്കളെ സ്നേഹിക്കുകയും കരുതുകയും വളരെ കത്തോലിക്ക സഭയിലായിരുന്നെങ്കിൽ പോലും അവിടുത്തേതായ എല്ലാ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ഞങ്ങളുടെ മക്കളെ എല്ലാ ഞായറാഴ്ച സൺഡേയിലും സ്തോത്രം സൺഡേ സ്കൂളിന് അയച്ച് കൃത്യതയോടെ ഏത് മതത്തിലായിരുന്നു അവിടെ കൃത്യതയോടെ വളർത്തുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു എൻ്റെ പിതാവിന്. ഒരു സൺഡേ സ്കൂൾ പോലും മുടങ്ങുവാന്, ഒരു പ്രാർത്ഥന പോലും മുടങ്ങുവാൻ അനുവദിക്കാതെ ആരാധനയ്ക്ക് ഞങ്ങളെ അയക്കുന്ന ഒരു അനുഭവം, ഞങ്ങളുടെ പള്ളിയിൽ അയക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഏകദേശം എൻ്റെ സ്തോത്രം 5ാം ക്ലാസ് പഠനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ പിതാവ് ദൈവഭക്തിയിൽ നിന്നും ദൈവഭയത്തിൽ നിന്നും വഴി മാറി മദ്യപാനത്തിലേക്ക് കടന്നു വരടിയായി തീർന്നു. എൻ്റെ മാതാവിനെ ഉപദ്രവിക്കുകയും തുടർന്ന്
ആ സമാധാനത്തെ കെടുത്തിക്കൊണ്ട് എൻ്റെ പിതാവ് മുൻപോട്ട് പോകാൻ റെഡിയായി തീർന്നു. അവൻ മദ്യപിച്ച് കടന്നു വരുമ്പോൾ സ്തോത്രം, ഞങ്ങൾ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ കിടന്നുറങ്ങിയ സമയങ്ങളില്ല. പ്രിയമുള്ളവരെ, ഒരു മദ്യപാനിയുടെ ഭവനം എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ പോലും നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. അനേക സാക്ഷ്യങ്ങൾ കേട്ട പ്രേക്ഷകരാണ് എൻ്റെ മുമ്പിലായിരിക്കുന്നത്. എന്നാൽ സ്തോത്രം, ആ മദ്യപാനം തുടങ്ങി വലിയ ആപത്തിലേക്ക് എൻ്റെ പിതാവ് പോകുവാനിടയായിരുന്നു. ഏക്കർ കണക്കിന് സ്ഥലം. അപ്പോൾ തന്നെ എൻ്റെ മൂത്ത ചേച്ചിക്ക് അപസ്മാര രോഗം. മദ്യപാനം തുടങ്ങിയ അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിക്ക് അപസ്മാര രോഗം, മൂന്നാമത്തെ ചേച്ചിക്ക് ടീവയുടെ രോഗം. അങ്ങനെ 7 മക്കളും 7 ആഴ്ച ഹോസ്പിറ്റലിൽ അഭയം പ്രാപിക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇട്ടു തന്നു. അത് മരണത്തിലല്ലായിരുന്നു. സ്തോത്രം, ഞങ്ങൾക്ക് അത് തിരിച്ചറിവില്ലായിരുന്നു. ഹല്ലേലൂയ. സത്യ ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഒരു സ്തോത്രം, ദൈവത്തിന്റെ ഒരു സന്ദർശനമായിരുന്നു എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അറിയില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ അങ്ങനെ മദ്യപാനവും കലഹവും സമാധാനക്കേടും എല്ലാം, പട്ടിണിയും ദാരിദ്ര്യവും ദുഃഖവും പ്രയാസവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 89 കാലഘട്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ. അന്ന് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ ഒരു അനുഭവമില്ല. വചനം വായിക്കാൻ ഒരു സ്വാതന്ത്ര്യമില്ല. പള്ളിയിലാണെങ്കിൽ പോലും എഴുതി വെച്ചുള്ള കുർബാനയിലും ആ പുസ്തകത്തിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. അതും വളരെ ഭക്തിയോടെ ചെയ്ത് നേർച്ച കാഴ്ച വഴിപാടുകൾ, അന്നത്തെ ആ അറിവിൽ ഞങ്ങൾ ഏറെ ഭക്തിയോടെ കടന്നുപോയ സ്ഥാനത്താണ് ഈ വലിയ ഒരു ദുരന്തം ഞങ്ങളെ പിടിക്കുവാനിടയായി തീർന്നത്. ഇങ്ങനെ എല്ലാവരും രോഗികൾ, 7 മക്കളും 7 ആഴ്ച ഹോസ്പിറ്റലിലാണ്. ഞങ്ങളെ ചികിത്സിച്ച ഡോക്ടേഴ്സ് പറഞ്ഞു അന്ന് സാമ്പത്തികമൊന്നും കൊടുക്കാനില്ല. കോഴിമുട്ടയോ പിന്നെ കാച്ചിലോ ചേമ്പോ ചേന അങ്ങനെയൊക്കെ കൊടുത്ത് വളരെ പേടിയോടെയാണ് അന്നത്തെ അത് ചികിത്സ അധികം ഇല്ലാത്തത് കൊണ്ട്, പണം മുടക്കുവാൻ ഇല്ലാത്തത് കൊണ്ട് പേടിയോടെയായിരുന്നു ഞങ്ങളുടെ ഭവനം കഴിഞ്ഞിരുന്നത്. അങ്ങനെ ചികിത്സയിലും അടുത്തിരുന്ന സ്ഥാനത്ത് എൻ്റെ പിതാവിന് ഒരു വ്യത്യാസവും വന്നില്ല. ഞങ്ങളെല്ലാം രോഗികളായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, ഒരു ദിവസം ഇങ്ങനെ മദ്യപിച്ച് ഇങ്ങനെ ഭയങ്കര ഉപദ്രവം. എൻ്റെ മാതാവാണെങ്കിൽ വലിയ നാമധേയ കത്തോലിക്ക സഭയെ വളർത്തപ്പെട്ട ഭവനത്തിൽ 6 സഹോദരങ്ങൾ അടങ്ങുന്ന കുടുംബത്തിൽ ഏറ്റവും മൂത്തതാണ്. എല്ലാ സുഖ സൗകര്യങ്ങളിലും ജനിച്ച് ജീവിച്ചു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ വിവാഹം കഴിച്ചത് വളരെ ആപത്തിലേക്ക് എന്നതുപോലെ അവിടെ കടന്നു സമാധാനം നഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തിൽ സ്തോത്രം അനുഭവിച്ച എല്ലാ സമാധാനത്തിനും ഘടകവിരുദ്ധമായ ഒരു അനുഭവമായിരുന്നു തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വളരെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ പിതാവിനെ തന്നെ ദൈവം, ഞങ്ങൾക്കൊക്കെ രോഗം വന്നു, ഭാരം വന്നു, പ്രയാസം വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, ഏക്കറണക്കിന് സ്വത്തുണ്ട്, അതെല്ലാം വിറ്റ് ചികിത്സയും തുടങ്ങി. എങ്കിൽ പോലും എൻ്റെ പിതാവിന് ഒരു ചേഞ്ച് ഞാൻ കാണുന്നില്ല. എല്ലാ ദിവസവും മദ്യപിച്ചു വരും, എൻ്റെ മാതാവിനെ ഉപദ്രവിക്കും. അങ്ങനെ ഞങ്ങൾ കണ്ട റബ്ബർ തോട്ടത്തിലും അവിടെയൊക്കെയാണ് താമസം. എന്നാൽ മദ്യത്തിന്റെ ലഹരി വിടുമ്പോൾ എൻ്റെ പിതാവ് വളരെ സ്നേഹമുള്ള ഒരു പിതാവ്, മക്കളെ സ്നേഹിക്കുന്ന പിതാവ്, ഞങ്ങളെ കരുതുന്ന പിതാവ്. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മദ്യം എന്ന പിശാച് ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ അലട്ടി വല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകേണ്ടിയായി തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ പിതാവിനെ തന്നെ ദൈവം പിടിക്കുവാനിടയായി തോന്നുന്നു. ദൈവത്തിന്റെ മക്കളെ, എന്നാൽ പാപത്താൽ രോഗവും രോഗത്താൽ മരണവും അത് വചനമാണ്. ആ കർത്താവിന്റെ വചനമുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അത് വചനം ദൈവമായിരുന്നു. ആ വചനം എന്താണെന്നോ, യേശു ഉണ്ട്, ഉണ്ണീശോനെ നമുക്ക് പരിചയമുണ്ട്, എന്നാൽ സൗഖ്യദായകനാണെന്നോ സമാധാന പ്രഭുവാണെന്നോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ പിതാവിന് ദൈവം തൊടുവാനിടയായി തീർന്നു. എല്ലാ വർഷവും ഒരു വർഷമാണ് ഒരു മാസം ഒരു ഡേറ്റ് വയറുവേദന വരും, വയറു വീർക്കും. സ്തോത്രം. ഭയങ്കര ഒരു രോഗത്താൽ പിടിക്കപ്പെട്ട് എവിടെ ആശ്രയിക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ മുൻപോട്ട് പോയ ഒരു കാലഘട്ടം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ പിതാവ് മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ. മക്കളെല്ലാം 2 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ, കുഞ്ഞു പ്രായമാണ്. എൻ്റെ മാതാവിന് ഒരു ജോലിയും അറിയത്തില്ല. അങ്ങനെ പട്ടിണി, ദാരിദ്ര്യം, ദുഃഖം എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. വിദ്യാഭ്യാസ തലങ്ങളിൽ പോലും ഞങ്ങൾക്ക് ഒന്നുമാകാത്ത ആ അനുഭവത്തിൽ
നടത്തി ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ പിതാവിന് ദൈവം തൊടുവാനിടയായി തീർന്നു. വലിയ രോഗിയായി തീർന്നു. എങ്ങോട്ട് പോകണം, എങ്ങനെ ആ കത്തോലിക്ക സഭയിലാകുമ്പോൾ സകല നേർച്ച കാഴ്ച വഴിപാട് ചെയ്യാവുന്ന മാക്സിമം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരു വിടുതലുമില്ല. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ മുൻപിലുള്ളത് 7 മക്കളാണ്, നിങ്ങൾ ഓർക്കണം. ആത്മഹത്യ മാത്രമേ ഞങ്ങളുടെ മുൻപിലുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവ് പള്ളിയിൽ പോകാതായി. ലാസ്റ്റ് ഭവനത്തിലിരിപ്പായി. പിന്നീട് മദ്യപാനം നിർത്തി. അങ്ങനെ ഭവനത്തിൽ നിന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഒരു ദൈവദാസൻ കടന്നു വന്ന് സ്തോത്ര അതിനു മുൻപേ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിന് മുന്നമേ എൻ്റെ പിതാവ് മദ്യപാനത്തിൽ ഈ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ലോകത്തിലുള്ള എത്രയോ മതങ്ങളുണ്ടോ ആ മതങ്ങളിലെല്ലാം ഞങ്ങൾ ആശ്രയിച്ചു. എവിടെ ചെന്നാലും രക്ഷ, എവിടെ ചെന്നാലാണ് ഞങ്ങൾക്ക് സൗഖ്യം. കാരണം ഈ ഒരു പിതാവ് അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട് വേണം ഈ 7 മക്കളും കഴിയാനായിട്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ നിന്ന് പൂജാരി കടന്നു വന്ന് പറഞ്ഞു, നിങ്ങൾ 3 വർഷം ശബരിമലയ്ക്ക് വരണം, എന്നാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. എൻ്റെ അപ്പൻ ഒന്നും പറഞ്ഞില്ല, എടുത്ത് ചാടി വിശ്വസിച്ചു. കാരണം ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ വിശ്വസിച്ച് എൻ്റെ പിതാവ് ഒരു തീരുമാനമെടുത്തു. എൻ്റെ മാതാവ് എതിർത്തു. അതിലെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ പാട്ട് പാടുന്ന പ്രിയപ്പെട്ടവരാണ്. പിന്നെ പള്ളിയിലെ പിന്നെ കപ്പിയാര്, മ്യൂസിക്, ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാവരും നല്ല പാട്ടുകാരാണ്. എൻ്റെ അമ്മയുടെ 2 ആങ്ങളമാരും നല്ല പാട്ടുകാരാണ്. ഇന്നും അവർ കൊയർ ടീമിൽ അംഗങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ഒരു വടംവലി ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു. പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് പള്ളിയിൽ കടന്നു പോകുന്നത് നമുക്ക് അന്നത്തെ അറിവ് വെച്ച്, അറിവില്ലാത്തത് കൊണ്ടാണ്, ഇന്നത്തെ പോലെ അറിവില്ലല്ലോ, അന്നത്തെ അറിവില്ലായ്മയാണ്. ഒന്നാമത് വിവാഹം കഴിച്ചു വിടണം, 5 പെൺമക്കളാണ്. രണ്ടാമത് ചത്താൽ കുഴിച്ചിടണം, ഒരു മരിച്ചാൽ കുഴിച്ചിടണം. ഈ 2 അവസ്ഥയ്ക്ക് വേണ്ടിയാണ് അന്നത്തെ കാലത്ത് പള്ളിക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഞാൻ പോകുക, എനിക്ക് സൗഖ്യം വേണം. അങ്ങനെ ഒരു മനസ്സുണ്ടായി. എന്തായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊടുവാനിടയാകുന്നു. ദൈവത്തിൻ്റെ മക്കളെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ടു ടേൺ അബൌട്ട് ടേൺ എന്നാണല്ലോ, ഘടക വിരുദ്ധമായി തിരിയുക, ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ, പാപത്തിന്റെ വഴികളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാനുള്ള ഒരു വഴി മാത്രമായിരുന്നു ഈ രോഗം ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ 3 വർഷം ശബരിമലയ്ക്ക് പോയി. അവിടെ 3 വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ പോലെ 10-15 ദിവസം നൊയമ്പ് നോറ്റല്ല. സ്തോത്രം. 40 ദിവസം നൊയമ്പ് നോക്കി ശബരിമല കടന്നു പോകണം. അങ്ങനെ എൻ്റെ പിതാവ്, ഞാൻ ഒരു മതത്തെയും പറയുകയല്ല, ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തിയ ചില വഴികളെ ഞാൻ പറയുകയാണ്. അങ്ങനെ 40 ദിവസം നൊയമ്പ് നോറ്റ് 3 വർഷം പോയി, ഒരു കുഴപ്പമില്ലായിരുന്നു. 3ാമത്തെ വർഷം പിന്നെയും വയറുവേദന തുടങ്ങി, വയറു വീർക്കും, ഭയങ്കര അസ്വസ്ഥത, മരണവെപ്രാളം. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കോതമംഗലം ധർമ്മഗിരിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിയ ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ കിട്ടുമെന്ന് പറഞ്ഞു. അന്നൊക്കെ കുറച്ച് സ്ഥലങ്ങൾ വിറ്റ് അന്ന് ചികിത്സിക്കുക, വേറെ സാമ്പത്തികമില്ല, അവനെ സഹായിപ്പാനില്ല. അങ്ങനെ നിരാശപ്പെട്ടത് അവിടെയും വിടുതൽ തന്നില്ല. വലിയ ദൈവത്തിന്റെ സന്ദർശനമായിരുന്നു അത്. ഞങ്ങൾ പിന്നെയും നിരാശപ്പെട്ടു. വേറെ ഒരു വഴിയില്ല. എല്ലാ മതങ്ങളിലും ഞങ്ങൾ ആശ്രയിച്ചു, ഒരു വിടുതലില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഒരു ദൈവദാസൻ കടന്നു വന്ന് യേശുവിനെ കുറിച്ച്, യേശു സൗഖ്യദായകനാണ്, സമാധാന പ്രഭുവാണ്, യേശു നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശക്തമായി എതിർക്കുവാനിടയായിരുന്നു. കാരണം ദൈവമക്കളെ, ഞങ്ങളുടെ കുഞ്ഞു മുതൽ ജനിച്ചപ്പോൾ മുതലേ ഉണ്ണീശോ, യേശു എന്ന് കേട്ട് വളർന്ന മക്കളാണ് ഞങ്ങൾ. യേശുവിൻ്റെ മക്കളാണ്. ഞങ്ങൾ ശക്തമായി എതിർത്തു അവരോട്. എൻ്റെ പിതാവ് എതിർത്തെങ്കിലും എൻ്റെ പിതാവ് പറഞ്ഞു, ഞാനിങ്ങനെ നിരാശപ്പെടാൻ ദൈവദാസൻ ഇങ്ങനെ രോഗത്തെക്കുറിച്ചും കുടുംബത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തിയപ്പോൾ എൻ്റെ പിതാവിന് വലിയ വിശ്വാസമായി. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 7 മക്കളും ഞങ്ങളുടെ കുടുംബം എല്ലാം അനാഥയായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഒരു വഴിയുമില്ല ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ. ഒരു നേരത്തെ ഭക്ഷണം പോലും തരാൻ ആരുമില്ലാതെ ഞങ്ങൾ ഭാരപ്പെടുകയാണ്. എൻ്റെ അമ്മ വീട്ടുകാരാണ് അന്നൊക്കെ സഹായിച്ചതെല്ലാം. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, ഇവര് ആ ദൈവദാസ നിന്ന നിപ്പില് എൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മക്കളെ ഞാൻ പറയട്ടെ, 38 ആണ്ട് കുളക്കരയ്ക്ക് കിടന്നിട്ട് ഒട്ടും സൗഖ്യം വരാത്തത്, യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ, യേശു വന്നപ്പോൾ സ്തോത്രം, ആ രോഗി സ്തോത്രം പഴി പറഞ്ഞു, എന്നെ ആരും ആക്കാനില്ല, എനിക്ക് തളർവാദ രോഗി പറഞ്ഞു, എന്നെ ആരും ആക്കാനില്ല, യേശുവിന്റെ അടുക്ക കൊണ്ടുപോകാൻ ആരുമില്ലെന്ന് പറഞ്ഞാൽ, കുളം കലക്കാൻ എനിക്ക് തന്നെത്താൻ എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞ സ്ഥാനത്തും
ആമേൻ. യേശു വിട്ടില്ല, യേശുവിന്റെ സമയമായിരുന്നു അത്. ആമേൻ. ആ രോഗിയെ കണ്ട സമയമായിരുന്നു. ആ രോഗിക്ക് സൗഖ്യം കൊടുക്കുവാൻ യേശുവിന് മനസ്സുണ്ടായിരുന്നു. തക്ക സമയത്ത് ആമേൻ യേശു കടന്നു വന്ന്, ആമേൻ സ്തോത്ര ഹല്ലേലൂയ, എന്ന് വിശ്വാസമുണ്ടായിരുന്നു. കുളം കലക്കുമ്പോൾ ആദ്യം നമുക്ക് ആ വചനം അറിയാമല്ലോ, വിശദീകരിക്കുന്നില്ല. ആദ്യം അതിൽ ഇറങ്ങുന്നതിന് സൗഖ്യം കിട്ടുമെന്ന്. എന്നാൽ ഞങ്ങൾക്ക് ഒരു വഴിയും കാണാതെ, ഒരു മാർഗവും കാണാതെ, ഒരു വ്യക്തിത്വവും ഞങ്ങൾക്കൊന്നും ആമേൻ ഞങ്ങൾക്ക് വഴി കാണിക്കുവാൻ ഇല്ലാതിരുന്ന സ്ഥാനത്ത് ആ ദൈവദാസനെ ഞങ്ങളുടെ മുൻപിൽ ഒരു ദൂതനെ പോലെ അയക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്ര ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ആ ദൈവദാസ ശക്തമായി ഞങ്ങളോട് പാപം എന്താണെന്നോ മരണം എന്താണെന്നോ സ്തോത്ര മാനസാന്തരം എന്താണെന്നോ ഒന്നും അറിയുന്നില്ല നമ്മള്. ക്രിസ്തീയ സഭയിലാണെങ്കിൽ പോലും ആ ദൈവദാസൻ ശക്തമായി ദൈവത്തിന്റെ വചനം പറയുവാന്, ആദിയിൽ വചനമുണ്ടാകുന്നു, വചനം ദൈവമാകുന്നു, വചനമാണ് ദൈവം, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക, വചനത്തിൽ വിശ്വസിക്കുക, നിങ്ങളെ സമർപ്പിക്കുക, യേശു സൗഖ്യദായകനാണ്, രോഗികളെ വിടുവിക്കും, ഭൂതങ്ങളെ വിടുവിച്ച ദൈവമാണ് എന്നൊക്കെ പറയുമ്പോഴും ഹല്ലേലൂയ ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ആ അവസ്ഥയിൽ ഞങ്ങളുടെ സാഹചര്യം വളരെ മോശമായിരുന്ന സ്ഥാനത്താണ് ആ ദൈവദാസൻ കടന്നു വരുന്നെങ്കിലും ആ ദൈവത്തിന് സമയമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കുവാൻ, ഞങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് തക്ക സമയമായിരുന്നു. അതുകൊണ്ട് യേശു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവടിയായിരുന്നു. എൻ്റെ പിതാവിനെ തന്നെ ദൈവം തൊടുവാൻ ഇടയായിരുന്നു. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവിന് അത്ഭുത സൗഖ്യം. വർഷങ്ങൾ കൊണ്ട് എൻ്റെ പിതാവിനെ അലട്ടിയ ആ വലിയ രോഗത്തിൽ നിന്ന് എൻ്റെ പിതാവിനെ മാത്രം വിടുവിച്ചു. പിതാവിനെ മാത്രമല്ല, എൻ്റെ മൂത്ത ചേച്ചിയെ വിവാഹം കഴിക്കത്തില്ല, അപസ്മാര രോഗം, മൂന്നാമത്തെ ചേച്ചി TV, ഞങ്ങൾ 7 മക്കളും രോഗികൾ. എന്നാൽ ദൈവദാസൻ പറഞ്ഞ വചനം എൻ്റെ പിതാവ് വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല, എന്നാൽ പറഞ്ഞ വചനം ഏറ്റെടുത്ത് എൻ്റെ പിതാവ് അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ പിതാവിന് സൗഖ്യം, ഒരത്ഭുത സൗഖ്യം എൻ്റെ പിതാവിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ, ദൈവത്തിന്റെ സമയമായിരുന്നത് കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ, എൻ്റെ പിതാവിനെ ദൈവം തൊടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ. ആ സമയം വരെയും ഞങ്ങളുടെ വഴികൾ മരണമാണെന്ന് ആമേ സ്തോത്രം ഞങ്ങൾക്ക് അറിയാതിരുന്ന സ്ഥാനത്ത് ദൈവം തക്ക സമയത്ത് തന്റെ ദൈവദാസനെ ഞങ്ങളുടെ അടുക്കിലേക്ക് അയക്കുവാനിടയായിരുന്നു. അതുവരെയും വന്ന വഴികള്, അതുവരെയും വന്ന പാത തെറ്റാണെന്ന് ദൈവവചനത്തിൻപടി ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുന്ന ദൈവദാസനെ ആമേ ഈ സന്ധ്യാസമയം ഞാൻ ഓർക്കുകയാ. ദൈവത്തിന്റെ മക്കളെ, ആ ദൈവദാസൻ ശക്തമായി പറഞ്ഞു, ആമേ സ്തോത്രം, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് ജീവൻ, ആമേ സ്തോത്രം, ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിന്റെ അടുക്കൽ ആരും എത്തുന്നില്ല. രക്ഷയുണ്ടെന്നോ മാനസാന്തരമുണ്ടെന്നോ ഒരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞാലും ആ വിശദീകരണമൊന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്തത് കൊണ്ട് സ്വർഗം എന്താണെന്നോ നരകം എന്താണെന്നോ ഈ ഭൂമിയിൽ എന്തിനാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നതോ ആമേൻ ഒന്നും അറിയാത്ത അവസ്ഥയിൽ സകല വചനത്തിന്റെ സത്യങ്ങളെ ആമേ സ്തോത്ര സത്യ വചനം ദൈവം ഞങ്ങൾക്ക് ആ ദൈവദാസനിലൂടെ ആമേൻ പകർന്നു തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതുവരെയും കഷ്ടതയും പട്ടിണിയും ദാരിദ്ര്യവും ദുഃഖവും രോഗവും ഞങ്ങളെ അലട്ടിയ സ്ഥാനത്ത് ദൈവത്തിന്റെ മക്കളെ അന്ന് എൻ്റെ പിതാവ് സമർപ്പിച്ച സമയം ഹല്ലേലൂയ 89 എൻ്റെ പിതാവിനെ ദൈവം സന്ദർശിക്കുന്നത്, ആമേൻ ദൈവദാസനെ അയക്കുന്നത്, ആമേൻ വലിയ സമാധാനം എൻ്റെ പിതാവിന്മേൽ കടന്നവരോടെ എത്തുന്നു. അന്ന് മുതൽ എൻ്റെ പിതാവ് മദ്യം കഴിക്കത്തില്ല, ആമൻ കടയിൽ പോയി ഇരിക്കത്തില്ല. ഒരു വലിയ വ്യത്യാസം. 6 മണിയാകുമ്പോൾ ആമൻ മുറിയിൽ കടന്ന് ആമൻ സംസാരിക്കുക തന്നെ. എൻ്റെ മാതാവ് ഓർത്തു, ഉള്ള സ്വത്തെല്ലാം നശിപ്പിച്ചു, മദ്യപാന സമാധാനം നഷ്ടപ്പെട്ടു, കലഹവുമായി, ഇനി ആമൻ ഹല്ലേലൂയ മെന്റലുമായി എന്ന് എൻ്റെ മാതാവ് ഓർത്തു. ഹല്ലേലൂയ, ഈ 7 മക്കളെയും കൊണ്ട് ഞാൻ എവിടെ പോകും, എന്ത് ചെയ്യുമെന്ന് മാതാവ് എന്ന സ്ഥാനത്ത് വാൽപ്പാൽപ്പമായ എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ വലിയ ചേഞ്ച് കൊടുത്തു. സ്വഭാവത്തിന് വലിയ വ്യത്യാസം വന്നു. ഹല്ലേലൂയ, വ്യത്യാസം വന്നെന്ന് വെച്ചാൽ ഹല്ലേലൂയ മദ്യപിക്കത്തില്ല, കടയിൽ പോയിരിക്കത്തില്ല, അങ്ങനെ വലിയ വ്യത്യാസം വന്നു. 6 മണിയാകുമ്പോൾ മുറിയിൽ കയറും. ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ സ്വഭാവം ഞങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. അന്ന് വരെയും ഞങ്ങളുടെ പിതാവിൻ്റെ മുഖത്ത് ഞങ്ങൾ നോക്കത്തില്ല, കാരണം മദ്യപിക്കാത്ത സമയം മാത്രമേ ഞങ്ങൾ പിതാവിനോട് സംസാരിക്കത്തുള്ളൂ. ആ സമയം മുതൽ പിതാവ് ഞങ്ങളോട് സ്നേഹമായി കരുതി ഞങ്ങൾ എല്ലാവരും ഇരുത്തി പ്രാർത്ഥിക്കും. ആമേ കത്തോലിക്ക പള്ളി പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കും, അതുപോലെ ബൈബിൾ വായിപ്പിക്കും, പാട്ട് പാടും. പാട്ട് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ എൻ്റെ പിതാവ്, ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്ന റേഡിയോ ആണ്, ഒരിക്കൽ ഞങ്ങൾ
പാട്ട് ഞങ്ങൾമാരെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരിക്കൽ എൻ്റെ പിതാവ് ദിവസത്തിന് കടന്നു വന്നിട്ട് സമർപ്പിച്ച നാളുകളിൽ ഇവർക്ക് ജോലി കഴിഞ്ഞ് ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാൻ കടന്നു വരുമ്പോൾ ഞങ്ങൾ ഈ പാട്ട് വെച്ചോണ്ടിരിക്കുക. അന്ന് ആ റേഡിയോ വിറ്റതാ ദൈവത്തിന്റെ മക്കളെ. പിന്നെ ഒരിക്കലും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. കാരണം ഞങ്ങള് സ്തോത്രം പിതാവിനെ അനുസരിക്കുന്ന ഒരു മക്കളായിരുന്നു ഞങ്ങള്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവ് കടന്നുപോയി. സ്തോത്രം എല്ലാ ആഴ്ചയും കടന്നു പോകും. ഒരു പള്ളിയിൽ വരുന്നില്ല. എൻ്റെ മാതാവ് ശ്രദ്ധിച്ചു, ഇതെന്താണ്, ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന സ്വഭാവത്തിനും വ്യത്യാസം കാണുന്നത്. ഒരു ദിവസം ഞങ്ങളെല്ലാം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മാതാവ് അവിടെ വഴിയിൽ ഇങ്ങനെ കാത്തിരുന്നു. എങ്ങോട്ടാ പോണെന്നറിയാം. ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പിതാവ് ഒരുങ്ങി 3 കിലോമീറ്റർ കാട്ടിലൂടെ നടന്ന് അടിമാലിയിലാണ് ഞങ്ങളുടെ വീട്. അന്ന് ആ 3 കിലോമീറ്റർ ആനവരട്ടി എന്ന സ്ഥലത്ത് IPC ചർച്ചാണ്. അവിടെ കടന്നുപോയി. അന്ന് പള്ളി എന്ന് പറയാനില്ല, ഒരു ചെറിയ വീടാണ്. കടന്നുപോയി ഒരു വീട്ടിൽ ചെന്ന് പാട്ട് പ്രാർത്ഥന മാതാവ് ശ്രദ്ധിച്ചപ്പോൾ അത് കഴിഞ്ഞതിന് മുമ്പ് എൻ്റെ മാതാവ് വീട്ടിലേക്ക് പോന്നു. കടന്നു വന്നിട്ട് വ്യത്യാസം വന്നപ്പോൾ എൻ്റെ മാതാവിന് തോന്നി. എൻ്റെ മാതാവ് പിന്നെ അങ്ങ് തിരിഞ്ഞു. എനിക്ക് 5 പെൺമക്കളെ, കെട്ടിക്കത്തില്ല, ഇത് നടക്കത്തില്ല, ഇത് എവിടെ പോകും. അന്ന് പെന്തക്കോസ്ത് എന്താണെന്നോ പ്രാർത്ഥന എന്താണെന്നോ ഒരറിവുമില്ല. ആ പ്രദേശത്തെങ്ങും പെന്തക്കോസ്തുകാരുമില്ല. അങ്ങനെ എൻ്റെ പിതാവിനെ ദൈവം തൊടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്തോത്രം അന്ന് മുതൽ എൻ്റെ പിതാവ് കഠിനാധ്വാനം ചെയ്യുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഞാൻ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഈ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്തോത്രം ഞങ്ങൾ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ തലകറങ്ങി വീഴുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ അന്നത്തെ ആ സാഹചര്യം പറഞ്ഞാൽ ഇന്നത്തെ സ്ഥിതിക്ക് വ്യത്യാസം തന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുന്ന തിരുവെഴുത്ത് പോലെ അന്ന് മുതൽ തിരുവെഴുത്തിൽ പറയുന്നു, കാരാഗൃഹ പ്രമാണി കോവിൽ വിശ്വസിച്ചത് 3-ാം മുഖാന്തരം ദൈവത്തിൽ വിശ്വസിച്ചു 3-ാം വീടടക്കം ആനന്ദിച്ചു. ഒരാനന്ദം, ഞങ്ങൾ അറിയാത്ത ഒരാനന്ദം, ദൈവത്തിന്റെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. പിന്നീട് എൻ്റെ മാതാവ് ശക്തമായി എതിർത്തു, വരത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ പിതാവ് ശക്തമായി, കർത്താവേ, 90-ൽ എൻ്റെ കുടുംബമായി 7 മക്കളും സ്തോത്രം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണമെന്ന് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അത് മുഖാന്തരം സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവ് 90-ല് സ്തോത്രം ആദ്യ അളവില് സ്തോത്രം സ്നാനപ്പെടുവാനിടയായി. ഇതൊന്നും അറിയുന്നില്ല, സ്നാനം എന്താണെന്ന് ഒന്നും അറിയുന്നില്ല. എന്നാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം ഇരുത്തി 3 ചേച്ചിമാരുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ഇരുത്തി പാട്ട് പാടി. ഞങ്ങൾക്കെല്ലാം പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് പാടി ഞങ്ങൾ കേട്ടിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോരുവാ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്നാനപ്പെട്ടിട്ട് അവിടെ ചായക്കട ഉണ്ടായിരുന്ന വിശ്വാസിയുടെ സഭയിൽ കടന്നു 2 കിലോ ഏത്തപ്പഴം കൊണ്ടുവന്നു. അന്നത്തെ ബിഷപ്പിന്റെ വിളി കാരണം എൻ്റെ ഇളയ ആങ്ങളെ പറഞ്ഞു, ആരും ഇത് കഴിക്കരുത്, ഏത്തപ്പഴം ഇത് കഴിക്കുന്നവർ ആരും പിതാവിന്റെ കൂടെ പോകും, പെന്തക്കോസ്തുകാരും മന്ത്രവാദികളാന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മക്കളെ ശക്തമായി പറയട്ടെ, പെന്തക്കോസ്തുകാർ മന്ത്രവാദികളല്ല, ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുന്ന ദൈവത്തിന്റെ മക്കളാ പെന്തക്കോസ്തുകാർ. പെന്തക്കോസ്ത് എന്നൊരു സഭയല്ല, സംഘടനയല്ല, എന്നാൽ ഒരനുഭവം മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ശൗലിനെ പൗലോസാക്കി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പിതാവിനെ ശൗലിന്റെ സ്വഭാവത്തിൽ നിന്ന് പൗലോസിന്റെ സ്വഭാവത്തിലേക്ക് ആക്കി മാറ്റിയ എൻ്റെ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു, ഞാനും പോരും എൻ്റെ പിതാവിൻ്റെ ഒപ്പം. ഞാൻ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒറ്റ പ്രാവശ്യം ഞാൻ പോയതോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരെ ആ സ്നേഹവും കരുതലും, ദൈവത്തിന്റെ മക്കളെ അന്ന് വരെ ലഭ്യമാകാത്തൊരു സ്നേഹം, അതെത്ര വർണ്ണിച്ചാലും അത് വരത്തില്ല. കാരണം സ്നേഹം എന്തെന്നോ കരുതൽ എന്തെന്നോ ഒന്നും നമുക്ക് അനുഭവമാകാതിരുന്ന സ്ഥാനത്ത് ആ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ആ കരുതലുണ്ടല്ലോ, ആ ദൈവ സ്നേഹമുണ്ടല്ലോ, ഒരു മാനുഷികമായിട്ടല്ല, ഒരു ദൈവ സ്നേഹം ഭയങ്കര എന്നെ ആകർഷിക്കുവാനിടയായി തീർന്നു. ഞാൻ 2-ാമത്തെ ആഴ്ച ഞാൻ കടന്നുപോയി. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു, എനിക്ക് പാട്ട് പഠിക്കണം. 4 വരി പാട്ട് പാടി. എൻ്റെ പിതാവ് സാക്ഷിയല്ലേ ഒന്ന് എഴുതി തന്നു. ഞാൻ സാക്ഷ്യവും പറഞ്ഞു. അപ്പൊ ആ സഭയ്ക്ക് ഉള്ള ദൈവദാസനും ദൈവമക്കൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ദൈവത്തിന്റെ മക്കളെ ദൈവം നമ്മെ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവ തക്ക സമയത്ത് ദൈവത്തിന്റെ സഭാതപ്പെടുത്തി കൊണ്ടുവരടിയെ. തുടർന്ന് എൻ്റെ മാതാവ് കടന്നു വന്നു, മക്കള് കടന്നുപോയി. തുടർന്ന് ഞങ്ങൾ എല്ലാവരും സ്തോത്രം 7 മക്കളും ദൈവസഭയിൽ കടന്നു വന്ന് രക്ഷിക്കും
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് നിൽക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എത്ര വലിയ സന്തോഷമാ ദൈവം തന്നത്. ആമേ രക്ഷയുടെ ആമേ പലപ്പോഴും പറയും പെന്തക്കോസ്തുകാര് ആമേ സ്തോത്ര ഹല്ലേലൂയ പെന്തക്കോസ്തുകാരുടെ സഭയാ. അല്ല ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ സഭയാണ്. സ്തോത്രം. ആമേൻ ഏദൻ തോട്ടം നിർമ്മിച്ചപ്പോൾ എന്തിനാ ഹല്ലേലൂയ സ്തോത്രം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? ആ തോട്ടത്തിലാക്കിയത് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഒന്ന് തോട്ടം കാപ്പാനും, രണ്ട് ദൈവത്തെ ആരാധിക്കുവാനാ. ഈ വലിയ മഹത്വം, ഈ വലിയ ആമേ സ്തോത്രം ഹല്ലേലൂയ പൊരുൾ മനസ്സിലാക്കാതെ പലപ്പോഴും മനുഷ്യൻ ആമേ സ്തോത്രം അല്പ ആയുസ് ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ആമേ സ്തോത്രം ജോലിക്ക് വേണ്ടി, കൂലിക്ക് വേണ്ടി ഈ ലോകത്തിൽ എന്തെല്ലാം വെട്ടിപ്പിടിക്കാമോ, എന്തെല്ലാം ആമേ ഹല്ലേലൂയ വാരിക്കൂട്ടാമോ, ഇതിനെല്ലാം പിറകെ പോകുകയാ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതൊന്നും ആമേ നമ്മെ രക്ഷിക്കുന്നില്ല. സാമ്പത്തികമോ ആമേ കുലമഹിമയോ സൗന്ദര്യമോ പണമോ ഒന്നിനും രക്ഷിക്കാതിരുന്ന സ്ഥാനത്ത് ആമേ സ്തോത്രം ദൈവത്തിന്റെ മക്കളെ ശക്തമായി പറയട്ടെ, ദൈവാത്മാവ് ഒന്നാമത് ഞങ്ങൾക്ക് തന്നത് ആമേ സമാധാനമാ. രണ്ടാമത് ദൈവം ഞങ്ങൾക്ക് തന്നത് ആമേ സ്തോത്രം ഹല്ലേലൂയ രോഗസൗഖ്യമാണ്. സ്തോത്രം. എൻ്റെ മൂത്ത ചേച്ചീനെ വിവാഹം കഴിക്കത്തില്ലെന്ന് പറഞ്ഞതാ. എന്നാൽ ഇന്ന് മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി കേട്ടോ സന്തോഷത്തോടെ താമസിക്കുകയാ. ഒരു ആമീൻ പ്രാണം പോലും പോയിട്ടില്ല, ഒരു ജീവൻ പോലും പോകാതെ ദൈവം 7 മക്കളെയും ആ മാതാപിതാക്കളെയും രക്ഷിച്ച് വലിയ സന്തോഷത്തിലാക്കി. ഈ രക്ഷയുടെ സന്തോഷത്തിലാക്കിയത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. തുടർന്ന് ഞങ്ങൾ ഹല്ലേലൂയ വിദ്യാഭ്യാസ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, മുന്നോട്ട് പോകണം എന്നറിയാതെ വിദ്യാഭ്യാസം എല്ലാം തകർന്നു. ഞങ്ങൾ 7 മക്കളുടെ ആ സമയമായപ്പോൾ എൻ്റെ മൂത്ത ആങ്ങള പഠിച്ച് 10ാം ക്ലാസ് ആമേൻ ജയിച്ചു വന്നപ്പോൾ എൻ്റെ താഴെ തോടുണ്ട്. എൻ്റെ പിതാവ് അന്ന് മദ്യപാനിയായിരുന്നു. പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുസ്തകം തോട്ടിലേക്ക് വലിച്ചെറിയുവാനിടയായിരുന്നു. ഇവിടെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികമില്ല, പോയി ജോലി ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ വളരെ കഷ്ടത്തിലും ആമേനായിരുന്നപ്പോൾ ആമേ സ്തോത്രം ആമേൻ പിറുപിറുക്കാനോ വാദിക്കാനോ ഒന്നും പോകാതെ അന്നത്തെ കാലത്ത് മാതാപിതാക്കളെ ഭയപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ഞങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീട് എന്തു ചെയ്യണമെന്ന് വന്നറിയാതെ ദൈവസേന കടന്നു വന്നിട്ട് സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. ഒരു സെന്റ് കിടക്കേടം പോലും ഇല്ലാതെ പെന്തക്കോസ്തിൽ വരുവാനിടയായി തീർന്നു. പക്ഷെ ദൈവത്തിന്റെ മക്കളെ ഞാൻ പറയട്ടെ, ദൈവം ഞങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം തന്നു. ഒന്നാമത് സമാധാനം, രണ്ടാമത് രോഗസൗഖ്യം, മൂന്നാമത് നഷ്ടപ്പെട്ട സമ്പത്തെല്ലാം ദൈവം തരുവാൻ തക്കണം ഇടയായിരുന്നു. ആമേൻ. എല്ലാവരും പറയും പെന്തക്കോസ്തിൽ പോയാൽ അമേരിക്കക്കാർ. ഇല്ല, അമേരിക്കക്കാരൊന്നും തന്നതല്ല. ആമേൻ. മദ്യത്തിന് കൊടുക്കുന്ന സാമ്പത്തികം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ മറ്റ് ഇതര ആമേൻ പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന അനാവശ്യമായ എല്ലാ ആമേ സ്തോത്രം അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാമ്പത്തികവും കൂട്ടിവെച്ച് ആമേ സ്തോത്രം ദൈവം ഞങ്ങളെ ദൈവം നടത്തുവാനിടയായി തീർന്നു. ഒരു അമേരിക്കക്കാരൻ തന്നിട്ടല്ല, ആരും തന്ന് കുറച്ച് പണം തന്ന് ഞങ്ങളെ പെന്തക്കോസ്തിലേക്ക് ആരും കൊണ്ടുവന്നിട്ടില്ല. ദൈവത്തിന്റെ മക്കളെ യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിഞ്ഞത് മുഖാന്തരം ദൈവം തന്ന സമാധാനം വേണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടെ ദൈവസേന കടന്നു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കുടുംബമായി ഈ രക്ഷയുടെ പെട്ടകത്തിലാക്കിയ ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നോഹയോട് പറഞ്ഞു ആമേ സ്തോത്രം, വെള്ളത്താൽ ഞാൻ ഭൂമിയെ നശിപ്പിക്കാൻ പോകുക, നീയും നിന്റെ കുടുംബവും ആമേ പെട്ടകത്തിൽ കടക്കണം. ഹല്ലേലൂയ. പെട്ടകത്തിൽ കടക്കാൻ പറഞ്ഞ നോഹയോട് പറഞ്ഞു പ്രസംഗിക്കുവാൻ, ആരും മൈൻഡ് ചെയ്തില്ല. സ്തോത്രം. ഞങ്ങളുടെ അന്നത്തെ കാലത്ത് പെന്തക്കോസ്തിൽ ആരുമില്ലാത്ത ഒരു അനുഭവം എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ പിതാവ് ദൈവസേന കടന്നുപോയതിനു ശേഷം ആമേൻ ഒരിക്കൽ ചായക്കടയിൽ ചെന്നപ്പോൾ അവർ അടിച്ച് ഓടിക്കുവാനിടയായി തീർന്നു. കാരണം പെന്തക്കോസ്തുകാർക്ക് ഇവിടെ ചായ ഇല്ലെന്ന് പറയുവാനിടയായി തീർന്നു. ഒരു വീട്ടിലും കയറ്റത്തില്ല, ഒരു ആമേ സ്തോത്ര കടയിലും കയറ്റത്തില്ല. അന്നത്തെ കാലത്ത് എന്തെന്ന് അറിയില്ല. കാരണം 7 മണിയാകുമ്പോൾ ഞങ്ങൾക്കൊരു വ്യത്യാസം നിന്ന് വിടുവിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ ആമേൻ പഴയതുപോലെ തന്നെ 7 മണിയാകുമ്പോൾ ഞങ്ങൾ പായിടും, പ്രാർത്ഥിക്കും. ആരാധന 9 മണി വരെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്ത് അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനിടയായി തീർന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ 2 വർഷം പവി സ്കൂളിൽ കടന്നുപോയി. എൻ്റെ സഭയില്
പഠിപ്പിക്കുന്ന ഓക്കെ ഷാജു എന്ന ദൈവദാസനുണ്ടായിരുന്ന അമേരിക്കയിലാണ്. ഓക്കെ പാപ്പച്ചൻ എന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളെ വളരെ സ്നേഹിക്കുകയും കരുതുകയും ആ സഭയിലെ ഒരു നല്ല ഉത്തമ സ്തോത്രം കുടുംബമായിരുന്നു. നല്ല കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുകയും കർത്താവിന്റെ ദാസന്മാരെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത് നല്ലൊരു കുടുംബമായിരുന്നു. ഇന്നും കോതമംഗലത്തുണ്ട്. അച്ഛൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു കർത്താവിന്റെ സനിൽ ചേർക്കപ്പെടുവാനിടയായി നല്ലൊരു കുടുംബം. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഏറെ പ്രശംസിക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ മക്കളെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ദൈവസഭയിൽ കടന്നുപോയി രക്ഷിക്കപ്പെടുവാൻ 90 ഡിസംബറിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. അങ്ങനെ തുടർന്ന് ബൈബിൾ സ്കൂളിൽ എന്നെ കൊണ്ടുപോയി. മലയാളം പോലും അന്നത്തെ കാലത്ത് നന്നായി അറിയില്ല എന്ന സ്ഥാനത്ത് എൻ്റെ ദൈവത്തിന്റെ ഒരു കൃപ എന്ന് പറയാൻ 3 വർഷം ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങളുടെ തകർന്നുപോയ വിദ്യാഭ്യാസ തലങ്ങളെ ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് ആമേൻ ഉയർത്തി തരുവാനിടയായിരുന്നു. 3 വർഷം ബൈബിൾ സ്കൂളിൽ പഠനം കഴിഞ്ഞിട്ട് ആമേ സ്തോത്രം ഇനിയും എന്ത് ചെയ്യണമെന്ന് ആമേ ഞങ്ങൾ ഓർത്തു. എന്നാൽ ഹല്ലേലൂയ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആങ്ങളെ, ഞങ്ങൾ എല്ലാവരും നല്ല പാട്ടുകാരാണ്. എൻ്റെ ആങ്ങളയുടെ കൂടെ ഒരു കൺവെൻഷൻ ഞങ്ങൾ പാടാൻ കടന്നുപോയി. മൂത്ത ആങ്ങളെയും ഞാനും ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ദൈവദാസനാണ്, ഒരു മ്യൂസിക്കാണ്, മ്യൂസിഷ്യനാണ് എൻ്റെ മൂത്ത ആങ്ങള. ഹല്ലേലൂയ അങ്ങനെ പാടാൻ കടന്നുപോയപ്പോൾ PG വർഗീസ് സാറ് നാട്ടിലേക്ക് കടന്നു വന്നു. സ്തോത്രം കടന്നു വന്നപ്പോൾ അവർ ചോദിച്ചു, കൺവെൻഷന് പ്രസംഗം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി 18 വയസ്സ് മുതൽ 30 വയസ്സുള്ള സഹോദരിമാർക്ക് ഒരു ചാൻസ് ഉണ്ട് പഞ്ചാബില്. ആർക്കെങ്കിലും കടന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒട്ടും മടിച്ചില്ല. അങ്ങനെയുള്ളവർ കൈപൊക്കാമെന്ന് ഞാൻ കൈപൊക്കി. ഒട്ടും മടിച്ചില്ല. പാട്ടും കഴിഞ്ഞ് കൺവെൻഷനും കഴിഞ്ഞ് പുറത്തിറങ്ങി എൻ്റെ ആങ്ങളെ ചോദിച്ചു. അന്നത്തെ കാലത്ത് പെൺപിള്ളേരെ മുറ്റത്ത് പോലും ഒറ്റയ്ക്ക് ഇറക്കി വിടാത്തൊരു സന്ദർഭമായിരുന്നു. എങ്കിലും ഞാൻ കൈപൊക്കി. ദൈവം എന്നെ കൊണ്ട് കൈപൊക്കിച്ചു. ഹല്ലേലൂയ. എൻ്റെ ആങ്ങളെ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാ കൈപൊക്കി? പിതാവ് അങ്ങനെ വിടത്തില്ലല്ലോ, പിന്നെ എന്തോ ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവാത്മാവിന്റെ ഉള്ളത്തിൽ തന്നു കൈ ഉയർത്താൻ. ഞാൻ കൈ ഉയർത്തി. ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുത്തു, ഭവനത്തിലേക്ക് കടന്നു ചെന്നു. പ്രിയമുള്ളവരെ പറയട്ടെ, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, ഇതിനു മുന്നമേ ഞാനിങ്ങനെ സഭയിൽ കടന്നുപോയ നാളുകളിൽ ദൈവം എനിക്കൊരു ദർശനം തന്നിരുന്നു. ഒരിക്കലും ഒരു സ്വപ്നം പോലെ തന്നിരുന്നു ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇങ്ങനെ ഒരു ജോസഫിനെ ഒരു സ്വപ്നം കാണുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ ഒരു വലിയൊരു കടല് ഒരു സ്റ്റീൽ പാത്രത്തിൽ അപ്പം വെച്ച് ഇങ്ങനെ ഒഴുക്കി വിടുക. അന്നൊന്നും അറിയത്തില്ല ഇതെന്തോ സുവിശേഷ വേലയ്ക്ക് വിളിയാണോ എന്തുവാണെന്ന് അറിയത്തില്ല. രണ്ടാമത് ഞങ്ങൾ 3 പേരും നിരന്നിരിക്കുന്നു. ഞാൻ അതിൻ്റെ നടുവിൽ നിന്ന് ഉയർന്നു പോകുന്നതായിട്ട് കർത്താവിൻ്റെ വരവിനാൾ എടുക്കപ്പെടലും രണ്ടാമത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ദൈവം കണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അടയാളമായിട്ട് 2 സ്വപ്നം കണ്ടു. എന്നാൽ ഒരിക്കൽ ഒരു ദൈവദാസൻ വിശ്വാസത്തിൽ കടന്നു വന്ന് പ്രസംഗിപ്പോൾ ഇങ്ങനെ ദൈവത്തിന്റെ വചനം ഘോഷിച്ചു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിയുമ്പോൾ അത് മടങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് ശേഷം കർത്താവിന്റെ പഞ്ചാബിന് കടന്നുപോയി. എൻ്റെ വീട്ടിൽ കടന്നു വന്നപ്പോൾ എൻ്റെ പിതാവ് സമ്മതിച്ചില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ കടന്നു ചെല്ലാനുള്ള നോട്ടീസൊക്കെ കടന്നു വന്നപ്പോൾ, കത്ത് കടന്നു വന്നപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു പൊക്കോന്ന്. എനിക്ക് സന്തോഷമായി. ദൈവത്തിന്റെ മക്കളെ, ഞാൻ അങ്ങനെ പഞ്ചാബിൽ 2 വർഷക്കാലം കടന്നുപോയി. കർത്താവിന്റെ മാറ്റമില്ലാത്ത വയൽ പ്രദേശത്തായിരുന്നു. മടങ്ങി വന്ന് ആമേൻ സ്തോത്രം. അവിടെ 2 വർഷം നിൽക്കണം. ആ 2 വർഷം കഴിയുമ്പോൾ പിന്നെയും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നം വന്നു. ഇനി ഞാൻ എങ്ങോട്ട് പോകും? ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ആരോഗ്യമൊക്കെ വളരെ മോശമായിരുന്ന കാലഘട്ടമായിരുന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ലീഡർ എന്നോട് പറഞ്ഞു, 5 പേരാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് പഞ്ചാബിലോട്ട് പോയത്. ലീഡർ നോക്കിയപ്പോൾ ഏറ്റവും പ്രായം കുറവും ഏറ്റവും ക്ഷീണിച്ചതും ഒരു അസ്ഥിപഞ്ജരമായിരുന്നു ഞാൻ. അവർ എന്നെ നോക്കി പറഞ്ഞു, ഇതിനെങ്ങനെ ഞാനിവിടെ നിർത്തും? കാലാവസ്ഥ വടക്കേണ്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ കൃപയാ ഞാൻ പറയട്ടെ ദൈവത്തിന്റെ മക്കളെ, ഒരു ജലദോഷം പോലും വരാതെ 1.25 വർഷക്കാലം, 2 വർഷമേ അവിടെ നിർത്തത്തുള്ളൂ, 1.25 വർഷം വരെ ഞാൻ പഞ്ചാബിന്റെ ദേശത്തെ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനിടയായി തീർന്നു. അന്നും ശക്തമായി പ്രാർത്ഥിച്ച്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. ആലയത്തിലേക്ക് പോയ ഹന്ന കരഞ്ഞ് ആലയം വിടുമ്പോൾ അവരുടെ മുഖം വാടിയില്ല. ഡേറ്റ് വെച്ച് എൻ്റെ കർത്താവിനോട് ഞാൻ മറുപടി വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ദൈവസന്നിധി കടന്നു വന്നപ്പോൾ, വിശ്വാസത്തിൽ കടന്നു വന്ന നാളിൽ എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ പടിപടിയായിട്ട് ഉയർച്ച തരേണ്ടതിന് എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ദൈവമക്കളെ, കൃത്യതയുള്ള ഒരു പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും വചനം പഠിക്കുവാൻ ഞാൻ തയ്യാറായപ്പോൾ
കർത്താവ് ഹല്ലേലൂയ എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ഇടയായി തോന്നുന്നു. അന്ന് തുടങ്ങി എനിക്ക് മനസ്സിലായി, കർത്താവെ നിന്റെ വചനം സത്യമാകുന്നു, ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് എനിക്ക് വചനം പഠിച്ച് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുമ്പോഴും എനിക്ക് വചനം പഠിക്കുവാൻ ദൈവം ഇടയാക്കി. ആ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ വീണു പോകുമോ താണു പോകുമോ നിൽക്കാൻ കഴിയുമോ എന്ന് ചോദ്യചിഹ്നമാക്കി മാറ്റിയ സ്ഥാനത്ത് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, അവിടെ 4 പേരും നല്ല ആരോഗ്യവും ബലവും ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു ആരോഗ്യവുമില്ല, ഒരു ബലവുമില്ല, ഒരു സൗന്ദര്യവുമില്ല, പ്രശംസിക്കാൻ തക്കവണ്ണം ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം എന്നെ ആരോഗ്യത്തോടെ ബലത്തോടെ നടത്തി. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം എനിക്ക് പറയുവാൻ കഴിയും, കർത്താവേ നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമായിരുന്നുവെന്ന് എനിക്ക് ശക്തമായി ഇന്ന് എനിക്ക് പറയുവാൻ കഴിയും. ദൈവം എത്ര എനിക്ക് വലിയവനാ. ദൈവത്തിന്റെ മക്കളെ, കർത്താവിലേക്ക് നോക്കിയത് കൊണ്ട് തിരുവെടുത്ത് പറയുന്നത് പോലെ അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവിടെ മുഖം ലജ്ജിച്ചു പോയില്ല. ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് ജീവനുള്ളൊരു ദൈവമാണ് യേശുക്രിസ്തുവെന്ന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും അനുഭവിച്ചറിയുവാൻ ഇടയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് എൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ. നിങ്ങളെല്ലാവരും കർത്താവ് നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചത് ഒരു നിത്യത ഒരുക്കി വെച്ചിട്ടാ, ഒരു നിത്യ സ്വർഗമാക്കി വെച്ചിട്ടാ. എന്നാൽ ഭൂമി കാണുന്ന ഈ കഷ്ടതയും കണ്ണുനീരും നിലവിളിയും ഇല്ലാത്ത ദുഃഖവും മുറവിളിയും ഒന്നുമില്ലാത്ത നിത്യ ഒരു സ്വർഗം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോകണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നു, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം. അങ്ങനെ 7 വിധ അടിസ്ഥാന ഉപദേശങ്ങളോട് പറയുന്നു. നിങ്ങൾ വായിക്കണം ലാസ്റ്റ് വാക്യങ്ങൾ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തോട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് ഉപദേശം കേട്ട്, അപ്പോസ്തലന്മാർ ഉപദേശം കേട്ട് പ്രാർത്ഥന കഴിച്ച് നിൽക്കുന്ന കൂട്ടായ്മയിൽ കടന്നു പോകുന്ന ഒരു ഭക്തനെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് ഒന്നാമത് കടന്നു വന്നത് പാപികളെ രക്ഷിക്കാനാണെങ്കിൽ, ഹല്ലേലൂയ, ഇനി ഒരൊറ്റ പാപിയെ പോലും കർത്താവിന് വേണ്ട. പാപത്തെ വെറുത്ത് ഈ ലോകത്തിലെ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന തന്റെ ഭക്തനെ ചേർക്കുവാൻ കർത്താവ് രണ്ടാമതും വരും. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത് കടന്നു വരുമ്പോൾ നാം എപ്രകാരമായിരിക്കുന്നു? സ്തോത്രം. പാപത്തോട് വിട പറഞ്ഞ് മാനസാന്തരപ്പെട്ട്, മാനസാന്തരം എന്ന് പറഞ്ഞല്ലോ, ടു ടേൺ അബൌട്ട് ടേൺ, ഘടകവിരുദ്ധമായി നാം പോകുന്ന സകല വഴികളിൽ നിന്ന്, പാപത്തിന്റെ വഴിയിൽ നിന്ന്, ശാപത്തിന്റെ വഴിയിൽ നിന്ന് ഘടകവിരുദ്ധമായി തിരിയുന്നുവെങ്കിൽ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് രണ്ടാമത് കടന്നു വരും. വിശുദ്ധിയിലായിരിക്കുന്നുവെങ്കിൽ ഈ യേശുവിനെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുവാൻ തയ്യാറായാൽ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടാൽ കർത്താവ് രണ്ടാമത് കടന്നു വരാറായി. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ, സ്തോത്രം, സ്തോത്രം, ക്ഷാമങ്ങൾ കർത്താവിന്റെ വരവിന് അടയാളം എന്തെന്ന് തന്നോട് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ക്ഷാമം, ഭൂകമ്പങ്ങൾ, മഹാവ്യാധികൾ, അവിടെ ഇവിടെ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ ഒക്കെയും തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അടയാളം യേശു പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കാഹളനാദം കേൾക്കാൻ സമയമായി. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. സ്തോത്രം. ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധികൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ എന്തിനു കേൾക്കുന്നു? നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും, സ്തോത്രം, ഹല്ലേലൂയ, മഹാവ്യാധികളും, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു, തെരുവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വലിച്ചെറിയപ്പെടുന്നു. മ്ലേച്ഛത പെരുകുമ്പോൾ നീ ഓർത്തുകൊള്ളണം, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുപോയി, ഏറ്റവും അടുത്തുപോയി. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ മക്കളെ? ഹല്ലേലൂയ, സ്തോത്രം. നിത്യതയിൽ കടന്നു പോവാൻ, നിത്യ സ്വർഗരാജ്യത്തിൽ കടന്നു പോവാൻ, എന്നെയും നിന്നെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പഞ്ചാബിൽ നിന്ന് കടന്നു വരുമ്പോൾ, 2 വർഷം കഴിഞ്ഞ് കടന്നു വരുമ്പോൾ എനിക്ക് താവേ ഒരു വഴിയുമില്ല. വിവാഹം ചെയ്തയക്കുവാനോ അന്നത്തെ സാഹചര്യം, ശാരീരികമായ സ്ഥിതിയോ മറ്റൊന്നും, സാമ്പത്തികം ഒന്നുമില്ലാത്ത സ്ഥാനത്ത് ദൈവസേന കടന്നു വന്നിട്ട് അല്പാൽപമായി ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ
ഭാരപ്പെട്ട സ്ഥാനത്ത് ദൈവാത്മാവ് ഹല്ലേലൂയ സ്തോത്രം പഞ്ചാബിൽ വെച്ച് ഒരാലോചന കടന്നു വന്നു. അതൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യുവാനുള്ള പ്രയാസം, നമ്മുടെ സാഹചര്യം അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം. അങ്ങനെ നാട്ടിൽ നിന്നൊരു വിവാഹാലോചന കടന്നു വന്നു. പറയട്ടെ ദൈവമക്കളെ, 1-2 വർഷം തികഞ്ഞു പോലുമില്ല. നാം വിചാരിക്കുന്ന കർത്താവിന്റെ വചനം പറയുന്ന പോലെ എന്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികളും, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലുമേലും എന്റെ വിചാരം നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള വിചാരം വലിയവയാണെന്ന് എനിക്ക് ശക്തമായി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ എനിക്ക് പറയുവാൻ കഴിയും. ദൈവത്തിന്റെ മക്കളെ, എനിക്കൊന്നും പുകഴുവാനില്ലെങ്കിലും സ്തോത്രം ഹല്ലേലൂയ, ഒരു വിവാഹാലോചന കടന്നു വന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. 3 ഹൈന്ദവ പശ്ചാത്തലത്തിൽ രക്ഷിക്കപ്പെട്ട കുടുംബമാണ്. 3 ആണുങ്ങൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന വ്യക്തിയാണ്. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വിവാഹം ആലോചിച്ചപ്പോൾ, ഇന്നൊക്കെ വിവാഹം ആലോചിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്തെല്ലാം സാഹചര്യങ്ങളാണ് നാം ചോദിച്ചു മനസ്സിലാക്കുന്നത്. ഒന്നുമില്ല, ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, കർത്താവിന്റെ വേലയ്ക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ വിവാഹം 22ാമത്തെ വയസ്സിൽ എന്നെ വിവാഹം നടത്തി അയച്ച സ്ഥാനത്ത് 6 മാസം ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവടിയായി തീർന്നു. 22ാമത്തെ വയസ്സിൽ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, പൂർണ്ണ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡിന്റെ പേര് മനോഹർ എന്നാണ്. ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. തുടർന്ന് രണ്ട് കുഞ്ഞുങ്ങളെയും ദൈവം എനിക്ക് തന്നു. നഥാനിയേൽ പ്രാർത്ഥിച്ച് പേരിട്ടതാണ് ബെസലേല്. ആ പേര് പോലെ തന്നെ അവിടെ സ്വഭാവം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തില് ദൈവം ആക്കി തീർത്തു. ദൈവം അവരെ വളർത്തിയെടുത്തു. ഞാനല്ല, എൻ്റെ തമ്പുരാൻ തന്നെ അവരെ നല്ല പദ്യോപദേശത്തിലും കൃപയിലും ദൈവഭക്തിയിലും എല്ലാം അവരെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു ആഗ്രഹം ദൈവം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന, കർത്താവെ, വിദ്യാഭ്യാസം കൊണ്ട് എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല. വിദ്യാഭ്യാസം കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു വ്യക്തിയുടെ മുൻപിൽ തലകുനിക്കാൻ പറ്റത്തില്ല. പറയട്ടെ ദൈവമക്കളെ, ബെസലേൽ സമാഗമന കൂടാരത്തിന്റെ എഞ്ചിനീയറാണ്. 2 പേരും നല്ല നിലവാരത്തിൽ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സോടെ മിടുക്കന്മാരായി. സ്തോത്രം ഹല്ലേലൂയ. മൂത്ത കുഞ്ഞും ഇളയ കുഞ്ഞും 2 പേരും ബിടെക് പഠിച്ച് നല്ല നിലവാരത്തിൽ അവർക്ക് ഇളയ പൈതൽ നന്നായി പാടും, മൂത്ത പൈതാണ് നല്ല കൃപയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ദൈവം സഹായിച്ചു. ഇന്ന് മൂത്ത മോന് സൗദിയിലാണ്, ഇളയ മോൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമായിട്ട് ഈ ഭൂമിയിൽ കർത്താവിന്റെ വേല ഇന്ന് ഞങ്ങൾ അസംബ്ലീസ് ബോർഡ് സഭയിൽ വർക്ക് ചെയ്യുന്നു. കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെടുവാൻ ദൈവം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് സ്വദേശത്തും വിദേശത്തുമായി അനേക സൂമിൽ കയറി അനേകർക്ക് വചനം ഷെയർ ചെയ്യുവാനും എൻ്റെ അനുഭവത്തിലൂടെ അനേകരെ കൈത്താങ്ങൾ കൊടുക്കുവാനും അനേകർക്ക് ഒരു ആശ്വാസമാണ് ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി 2 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ശക്തമായ അഭിഷേകത്താൽ പ്രവചനവരത്താൽ നിറച്ചു. അങ്ങനെ ശ്രേഷ്ഠ വരങ്ങളാൽ നിറച്ചു. വിവാഹം ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ലായിരുന്നു അന്ന്. ഇപ്പോൾ ഞാൻ ഒരു വിധത്തിലൊക്കെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ച ഒറ്റ കാര്യമുള്ളൂ, കർത്താവെ, എന്നെ വിവാഹം കഴിക്കാൻ വരുന്നയാള് ശക്തമായിട്ട് വചനം പ്രസംഗിക്കണം. അന്നത്തെ കാലത്ത് വചനം ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, വചനം അരച്ച് കലക്കിക്കൊട്ട് ഓടിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിത്വം. ഹല്ലേലൂയ. ആ നിലവാരത്തിൽ A to Z വരെ നന്നായി വചനം സംസാരിക്കുകയും സാഹചര്യത്തിനൊത്തവണ്ണം നന്നായി വചനം ഷെയർ ചെയ്യുന്ന, നല്ല വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ് എനിക്ക് ദൈവം തന്ന്. ചോദിക്കുന്നില്ല നിനക്കുന്നില്ല അത്യന്തപരമായി തരാമെന്ന് പറഞ്ഞ ദൈവം ഹല്ലേലൂയ നല്ലൊരു കുടുംബം തന്നു. സ്വസ്ഥതയുള്ള സമാധാനമുള്ള നല്ലൊരു കുടുംബം തന്നു. നല്ല കുഞ്ഞുങ്ങളെ തന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കുടുംബമായി സ്വസ്ഥതയോടെ കർത്താവിന്റെ വേലയുടെ മുഖത്തിൽ ശക്തമായിട്ട് പ്രയോജനപ്പെടുന്നു. കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കുന്നു. നിൽക്കുന്നു എന്നല്ല, കർത്താവ് ഞങ്ങളെ നിർത്തുന്നു എന്ന് പറയാൻ മാത്രമേ കഴിയുള്ളൂ. കർത്താവിനെ ഇന്നും ശക്തമായിട്ട് കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. കർത്താവ് ഞങ്ങളെ നിത്യതയോളം നടത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവം, ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഒരു പോയിന്റോടെ ഞാൻ പറയാം. ഇന്നുവരെ ഞങ്ങൾക്ക് തന്നതുണ്ടല്ലോ രോഗസൗഖ്യമാണെങ്കിൽ, ഇന്നുവരെ ഒരു ദിവസം പോലും ഈ പ്രായം വരെയും ഏകദേശം വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. ഈ സമയം വരെ 30 വർഷം അല്ല, അതിൽ കൂടുതലായി ഹോസ്പിറ്റലിൽ കിടക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. എത്ര വലിയവനാ നമ്മുടെ തമ്പുരാൻ. കൃത്യമായിട്ടുള്ള വചനധ്യാനം, കൃത്യമായിട്ടുള്ള പ്രാർത്ഥന, കൃത്യമായിട്ടുള്ള ഭയഭക്തി, വിശുദ്ധിയിലും വേർപാടിലും നിന്നാൽ ദൈവം ആരുടെയും കടക്കാറില്ല. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ അത്രേ ഭാഗ്യവാൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. നമുക്കറിയാം, മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യനും ആമേ സ്തോത്രം പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാക്കി വെച്ചിരിക്കുമ്പോൾ, ആമേ സ്തോത്രം, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, മണലിന്മേൽ പണിയുന്ന വീട് അത് കാറ്റടിച്ചു, വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അത് വീണുപോയി. എന്നാൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട വീടില് കാറ്റടിച്ചു, വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടത് കൊണ്ട് ആ ഭവനം വീണില്ല. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും ഊന്നാതെ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നമ്മുടെ ജീവിതം വിട്ടുകൊടുത്താൽ, കർത്താവെ ഞാൻ ഒന്നുമല്ല, എനിക്ക് വേഗനായിട്ട് ഒന്നും ചെയ്യുവാനും കഴിയില്ലെന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മെ പണിതെടുക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവിന് പാനപാത്രമാക്കി നമ്മെ പണിതെടുത്ത് അനേകരുടെ മുൻപിൽ ഒരു സാക്ഷ്യം വഹിപ്പാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാനപാത്രമാക്കി മാറ്റി അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവം നമ്മെ ശക്തമായി ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ഇത്രത്തോളം ഞങ്ങളുടെ കർത്താവിന്റെ വേലിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേ സ്തോത്രം. ഞാൻ കൈത്താങ്ങ എല്ലാ ദൈവദാസന്മാരെ, ദൈവമക്കളെല്ലാം ഈ തരണത്തിൽ ഞാൻ ഓർക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ അവസരങ്ങളെ ഒരുക്കി തന്ന ആമേ സ്തോത്രം ഈ വചനദീപ്തി എന്ന ചാനൽ എന്നോട് വിശേഷ്യ ബീന ആന്റിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ചെറിയ സാക്ഷ്യത്തിൽ ഇരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.